വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ ഏവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ മക്കളും ഒരു നിമിഷം വചനത്തിനായി ഒരുങ്ങാം. കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏവരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. യേശുവേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ. നിന്റെ അത്ഭുത കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിരുവചനത്തിൻ്റെ കർത്താവേ, സത്യങ്ങളെ ഞങ്ങൾ വെളിപ്പെടുത്തി തരണമേ. വചനത്തിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകണമേ. മനസ്സിൻ്റെ ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ. പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. കണ്ണുനീര് മാറ്റണമേ. തകർച്ചകളിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്താൽ മക്കൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, വരണമേ, നിറയണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മേലെ ഹൃദയത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, വാഴ്ത്തപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിങ്ങൾക്കും വെള്ളത്തിന്റെ മീതെ നടക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്കും വെള്ളത്തിന്റെ മീതെ നടക്കാം. ഇതിനാധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ.
അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. ആരാണ് വെള്ളത്തിൻ്റെ മീതെ നടന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, യേശു നടന്നു. വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ ശ്രമിച്ചത് ആരാണ്? അതും നമുക്കറിയാം, പത്രോസ്. ഈ വെള്ളത്തിൻ്റെ മീതെ പത്രോസും നടക്കാൻ ശ്രമിച്ചു എന്ന് നമുക്കും അറിയാം. ഇന്ന് ഈ തിരുവചനത്തിലൂടെ ഏതൊക്കെ സന്ദേശങ്ങളാണ് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? അവിടെ സംഭവം ഇങ്ങനെ പറയുകയാണ്: വലിയൊരു വചന ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് പകലുള്ള പരസ്യ ശുശ്രൂഷകളെല്ലാം യേശു അവസാനിപ്പിച്ച് സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരെ അവരെ ഒന്നിച്ചുകൂട്ടി ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാൻ യേശു ഇതാ ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ്. അവൻ അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വള്ളത്തിൽ കയറ്റി യേശു ഇതാ അക്കരയ്ക്ക് പറഞ്ഞു വിടുകയാണ്. ഈ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ശിഷ്യന്മാർ വള്ളത്തിൽ കയറി ആ രാത്രി തന്നെ യേശു പറഞ്ഞതനുസരിച്ച് മറുകരയിലേക്ക് പോകുകയാണ്. അപ്പോൾ ബൈബിൾ പറയുന്നു, ഇതാ കാറ്റ് അവർക്കെതിരെ പ്രതികൂലമായി അടിച്ചു. കാറ്റ് ഈ വള്ളത്തിനെതിരെ പ്രതികൂലമായിട്ട് ആഞ്ഞടിച്ചപ്പോൾ വള്ളം ആടി ഉലയാൻ തുടങ്ങി. അവർ ആകപ്പാടെ ഭയപ്പെടാൻ തുടങ്ങി. അവർ പേടിക്കാൻ തുടങ്ങി. ആ നടുക്കടലിലേക്ക് ആ വള്ളം നീങ്ങുകയാ. നമുക്കറിയാം, അർദ്ധരാത്രിയാ, ഇരുട്ടാണ് ആകെ, അതും വെള്ളത്തിൽ, കടലിൽ. അവിടെ വെട്ടമില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, തിരമാലകൾ ആഞ്ഞടിക്കുന്നു, വെള്ളം വള്ളത്തിലേക്ക് ഇടിച്ചു കയറുന്നു. ഇവരാകെ പരിഭ്രാന്തരാകാൻ തുടങ്ങി. മാത്രമല്ല, ആ സമയത്താണ് ഈ ശിഷ്യന്മാർ ദൂരോട്ട് നോക്കുമ്പോൾ ഇതാ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരാൾ നടന്നു വരുന്നു. ഇവര് സൂക്ഷിച്ചു നോക്കി. എടാ, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റുന്നത് ആരാ? അത് ഭൂതത്തിന് മാത്രമേ, പ്രേതത്തിന് മാത്രമേ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റുകയുള്ളൂ. സാധാരണ ഒരു മനുഷ്യന് നടന്ന കേട്ട് കേൾവി പോലും ഈ ശിഷ്യന്മാർക്കില്ല. അതുകൊണ്ട് അവരുടെ ഐഡിയയിൽ, അവരുടെ മനസ്സിൽ അവർ കണക്കൂട്ടി ഇതൊരു ഭൂതമാണ് എന്ന് പറഞ്ഞ്, പ്രിയമുള്ളവരെ, ഒരുത്തൻ കരയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്ന പത്രോസ് ആയിരിക്കും കരഞ്ഞത്, ആദ്യം നിലവിളിക്കുന്നത്. ആണ്, എല്ലാത്തിനും പുള്ളിയുണ്ടല്ലോ. പത്രോസ് നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ ഭൂതം. ഇത് കേട്ട മാത്രയിൽ കൂടെയുള്ളവരും അവരും കണ്ടു, അവരും നിലവിളിക്കാൻ തുടങ്ങി. അതാരായിരുന്നു? അത് യേശുവായിരുന്നു. അത് യേശുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടോ? ആ യേശു ഉടനെ ഈ ശിഷ്യന്മാരെ നോക്കി പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന്. ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ, പ്രിയമുള്ളവരെ, ഭയന്ന് നിരാശപ്പെട്ട് തകർന്ന അവസ്ഥയിൽ, ആരോരുമില്ല, സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, കൂരിരുട്ടിൻ്റെ നടുവിൽ, കടലിൻ്റെ മധ്യത്തിൽ, മാത്രമല്ല ഒരു ഭൂതത്തെ കണ്ട് ഭയന്നിരിക്കുന്ന അവസ്ഥയിൽ അവരെ നോക്കി യേശു പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഞാനാണ് എന്ന്. ഹല്ലേലൂയ. ഇത് കേട്ട മാത്രയിൽ അവിടെ പേടി മാറി, ഇവിടെ ഭയം മാറി. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഏതെങ്കിലും ഭയത്തിലാണോ, നിരാശയിലാണോ? ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ടിട്ട്, നിങ്ങളുടെ ഭാവിയെ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുണ്ടോ? നിങ്ങൾ എന്തിനു ഭയപ്പെടണം? യേശു പറയാണ്, നീ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും എന്നും ഏതൊരു മനുഷ്യനോടും നമ്മുടെ ദൈവത്തിന് പറയാനുള്ളൊരു കാര്യമുണ്ട്. നീ ഭയപ്പെടരുത്. സഹോദരി, നീ ഭയപ്പെടരുത്. സഹോദരാ, നീ ഭയപ്പെടരുത്. നീ ഭയപ്പെടേണ്ട.
ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ ഭയപ്പെടാൻ കാരണം? ഭൂതത്തെ കണ്ട് എന്ന് പറഞ്ഞു, അവർ ഭയപ്പെട്ടു. ഭയപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇവരൊരു വാഗ്ദത്തം മറന്നുപോയി. ഒന്നാമത്തെ കാര്യം ഏതാ വാഗ്ദത്തം? ഒന്ന്, ഇതാ യേശു ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ അക്കരയ്ക്ക് പോകുക എന്ന്. ഇക്കരെ വെച്ച് യേശു പറഞ്ഞ ആ വാക്ക് അവർ മറന്നുപോയി. യേശു പറഞ്ഞ വാക്ക് അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞത്, പറഞ്ഞവൻ അക്കരെ എത്തിക്കുമെന്നുള്ള യേശു പറഞ്ഞ ആ വാഗ്ദാനം, യേശുവിൻ്റെ കൽപ്പന ഈ മക്കൾ മറന്നുപോയി. അപ്പോഴാണ് ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ, മദ്യത്തിൻ്റെ നടുവിൽ, ഭൂതമോ പിശാചോ പ്രതിസന്ധികളോ എന്തു വരുമ്പോഴും നമ്മൾ ഭയപ്പെട്ട് അയ്യോ പാപേ നിലവിളിക്കുന്നതിൻ്റെ കാരണം, ആരാണ് എന്നെ അയച്ചത്, എങ്ങോട്ട് പോകാനാണ് അയച്ചത്, എവിടെ ചെല്ലാനാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ കൂടെയുള്ളവൻ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ്. വാഗ്ദത്തം മറക്കുമ്പോൾ, വചനം മറക്കുമ്പോൾ, അയച്ചവനെ മറക്കുമ്പോൾ, പറഞ്ഞവനെ മറക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് കാരണം അതാ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന വചനം, ദൈവത്തിൻ്റെ സ്വരം, വാഗ്ദത്തം നമ്മൾ മറക്കരുത്. അത് എപ്പോഴും ഏത് പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ കൂരിരുൾ താഴ്വാരത്തിലൂടെ പോകുമ്പോഴും ഈ വാഗ്ദത്തം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ചെങ്കോലും വടിയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതാണ് നമുക്ക് ബലം നൽകുന്നത്. ഇത് കേട്ട മാത്രയിൽ പത്രോസ് പറയുക, യേശുവേ, അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ നിന്റെ അടുക്കിലേക്ക് വരാൻ എന്നോട് കൽപ്പിക്കുക, ഞാനും വരട്ടെ. പത്രോസ് പറഞ്ഞ വലിയൊരു കാര്യമാണ്, ഞാനും നിന്റെ അടുക്കിലേക്ക് വരട്ടെ, വരുവാൻ നീ എന്നോട് കൽപ്പിക്കുക. കേട്ടോ, കൽപ്പന കിട്ടാതെ പത്രോസ് പോടുന്നില്ല. പത്രോസിന് ഇനി യേശുവിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ കൽപ്പന കിട്ടണം. യേശുവിൻ്റെ വായിൽ നിന്ന് തന്നെ ആ ഒരു സ്വരം കേൾക്കാൻ പത്രോസ് ആഗ്രഹിക്കുക. പത്രോസേ, നീ നടന്നു വാ എന്നുള്ള യേശുവിൻ്റെ ആ വാക്ക് യേശുവിൻ്റെ വായിലൂടെ തന്നെ പത്രോസിനെ കേൾക്കണം. അത് കേൾക്കാൻ പത്രോസ് ആഗ്രഹിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ ഏതെങ്കിലും തോന്നലിൻ്റെ വെളിച്ചത്തിൽ എടുത്ത് ചാടരുത്. ആരെങ്കിലും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം തുടങ്ങരുത്. അവിടെ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ, അവിടെ തുടങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് കേട്ട് പറഞ്ഞ് അറിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ തുടങ്ങാനോ പോകാനോ ഓടാനോ പോകരുത്. ആരും എന്തെങ്കിലും ചെയ്യട്ടെ, ആരും എന്തും പറയട്ടെ, ആർക്കെന്ത് വേണേലും ചെയ്യാം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു പരിപാടി ചെയ്യുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു പദ്ധതി തുടങ്ങുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം. വ്യക്തിപരമായി, യെസ്, വ്യക്തിപരമായി ദൈവസ്വരം നീ കേൾക്കണം. എന്നോട് പറയാതെ, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാതെ ഞാൻ വരികയില്ല, ഞാൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുകയില്ല, ഞാൻ ആ പദ്ധതി തുടങ്ങിയല്ല എന്ന് തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നവർ കുറേ നാൾ കഴിയുമ്പോൾ വെള്ളത്തിൽ താന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ട, കർത്താവ് നീ എന്നോട് പറ വരാൻ, ഞാൻ വരാം. ദൈവസ്വരം കേൾക്കാതെ, ദൈവശബ്ദം കേൾക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിൽ നിന്ന് സ്വരം വ്യക്തമായിട്ട് കേൾക്കാതെ, ഉറപ്പ് കിട്ടാതെ, അതാണ് ഫെയ്ത്ത്, നീ ഒരു കാര്യം ചെയ്യരുത്. ആമേൻ. പത്രോസ് എന്ത് ചെയ്തു? യേശു പറഞ്ഞു, പത്രോസേ, പത്രോസേ, നീ വരിക. കണ്ടോ, നിങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളൊരു കൗൺസിലേഴ്സിൻ്റെ അടുത്തും പോകേണ്ട ആവശ്യമില്ല. ഞാൻ കൗൺസിലേഴ്സിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ച് മെസ്സേജ് എടുക്കാനോ
കൗൺസിലർമാരെടുത്ത് പോകാനോ അവിടെ ഇവിടെ പോകാൻ നിങ്ങൾ എന്തിനാ പോകുന്നത്? നീ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നിങ്ങൾക്ക് വഴി തെളിച്ചു തരും. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിനക്കും മെസ്സേജ് കർത്താവ് തരും. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ വരിക. ഈ ശബ്ദം കേട്ട് പത്രോസ് എന്ത് ചെയ്തു? വെള്ളത്തിൻ്റെ മുകളിലോട്ട് കാലെടുത്ത് വെച്ചു. വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് വലത് കാലെടുത്ത് വെച്ചു. താഴുന്നില്ല. ഒരു ഉറപ്പായി. അടുത്ത കാലും വെച്ചു, താഴുന്നില്ല. ഓരോ കാലും വെച്ച് അടി അടി വെച്ച് അവൻ മുന്നോട്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ തുടങ്ങി. ചിലർ ഈ കാര്യം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പത്രോസ് വെള്ളത്തിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേ അതിനെ താന്നു പോയെന്ന്. ഇല്ല, അങ്ങനെ വചനം പറയുന്നില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നത് അവൻ നടന്ന് നടന്ന് യേശുവിൻ്റെ മുൻപിൽ ചെന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു നിന്ന സ്ഥലം വരെയും പത്രോസ് നടന്ന് ചെന്നു. യെസ്, യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നതുപോലെ തന്നെ പത്രോസും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് 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 യേശുവിൻ്റെ അടുക്കൽ ചെന്നു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു ചെയ്തെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ചെയ്യാൻ പറ്റൂ. എപ്പോൾ? യേശുവിൻ്റെ സ്വരം കേട്ട് യേശുവിനെ അനുസരിച്ച് നിങ്ങൾക്കും ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ. എന്തിനാണ് യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് നടന്ന് വന്നത്? വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നത്. വെള്ളം, തിരമാല എല്ലാവരും ഭയപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഭയപ്പെടുത്തുന്ന ഒന്നാണ് തിരമാല. ആ തിരമാല തന്നെ അങ്ങ് മുക്കിക്കളഞ്ഞാൽ, അതിനകത്തോട്ട് വീണു പോയാൽ നമ്മൾ താന്നു പോകും, നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് നാം ഭയപ്പെടുന്ന, മനുഷ്യൻ ഭയപ്പെടുന്ന തിരമാലയുടെ മുകളിലൂടെ യേശു നടന്നു വരികയാണ്. എന്തിനാ? നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാൻ. നീ എന്തിനെ ഭയപ്പെടുന്നു? അത് എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണെന്ന് പറയാൻ. ഹല്ലേലൂയ. നീ ഭയപ്പെടുന്ന വസ്തു, നീ ഭയപ്പെടുന്ന ശക്തി, നീ ഭയപ്പെടുന്ന വെള്ളം, നീ ഭയപ്പെടുന്ന തിരമാല എൻ്റെ കാലിൻ്റെ കീഴില, എൻ്റെ കാൽ ചുവട്ടില. അതുകൊണ്ട് എൻ്റെ പത്രോസേ, നിനക്കും അതിനെ അടക്കി ഭരിക്കാൻ സാധിക്കും. നിന്റെയും കാൽ ചുവട്ടിൽ അതും അമരും. നിനക്കും അതുപോലെ നടക്കാൻ പറ്റും. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്യാൻസറിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഭയപ്പെടാത്തവരാരാ ഉള്ളേ? എയ്ഡ്സ് രോഗത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ലക്ഷങ്ങളുടെ കടബാധ്യതയെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? ജപ്തി നോട്ടീസിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? കുടുംബത്തിൻ്റെ തകർച്ചകളെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? കുടുംബ കലഹങ്ങളെ ഭയപ്പെടുന്നില്ലേ? ഭാവിയെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടാറില്ലേ? നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ, എന്താണ് നിന്നെ ഭയപ്പെടുത്തുന്നത്? നീ ഭയപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും, പ്രിയമുള്ള സഹോദര സഹോദരി, അത് യേശുവിൻ്റെ കാൽ ചുവട്ടില, യേശുവിൻ്റെ കാലിൻ്റെ കീഴിലാണ് അതിനുള്ള സ്ഥാനങ്ങൾ മുഴുവൻ. ആയതിനാൽ നീ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. നിന്റെ ഈ പ്രശ്നങ്ങളുടെ മേൽ വിജയം നൽകാൻ യേശുവിന് സാധിക്കും. യേശു ആ പ്രശ്നങ്ങളുടെ മേൽ നടന്നതുപോലെ നിനക്കും ആ പ്രശ്നങ്ങളുടെ മേൽ നടക്കുവാൻ, പത്രോസിനെ പോലെ നടക്കുവാൻ സാധിക്കും. എന്ത് തിരമാലയായിക്കോട്ടെ, നിന്റെ കാലിൻ്റെ കീഴിലാണ് ആ പ്രശ്നങ്ങളെല്ലാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. യേശുവിൻ്റെ മുമ്പിൽ വന്നു നിന്നു. പെട്ടെന്ന് യേശുവിൽ നിന്ന് മുഖം തിരിച്ച് പത്രോസ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഈ തിരമാലകളും കൊടുങ്കാറ്റുകളും കാറുകളും ഇതെല്ലാം കണ്ട് പെട്ടെന്ന് അവൻ ഭയപ്പെട്ടു. ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഭയം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു? ആ വെള്ളം കരപദാർത്ഥം പോലെ ഇരുന്ന, കരപദാർത്ഥമായിരുന്ന വെള്ളം പതുക്കെ അഴിഞ്ഞ് ഇതാ അലിഞ്ഞ് ലിക്വിഡ് പോലെയായി അവൻ പെട്ടെന്ന് താഴാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വിശ്വാസത്താൽ വെള്ളം കരപദാർത്ഥമായി. നിന്റെ അവിശ്വാസത്താൽ അവ ലിക്വിഡായിട്ട് മാറി. അതാണ് പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ നിങ്ങൾക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പറ്റും. എന്നാൽ അവിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട അത്ഭുതങ്ങളൊക്കെ വെറും നിസ്സാരമായിട്ട് നഷ്ടപ്പെട്ടു പോകാം. ആമേൻ, ഹല്ലേലൂയ. പത്രോസ് എന്നാ ചെയ്തു? ഒറ്റ വിളി.
അയ്യോ കർത്താവേ എന്ന്. എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ? ഒരു പ്രശ്നത്തെ താന്ന് കഴിയുമ്പോഴല്ല നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ടത്. കടബാധ്യതയിൽ മുങ്ങിക്കഴിയുമ്പോഴല്ല നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ടത്. രോഗത്തെ അങ്ങേ അറ്റത്ത് മൂർച്ചയിലെത്തുമ്പോഴല്ല നിങ്ങൾ വിളിക്കേണ്ടത്. കുടുംബത്തിൽ ഫാമിലി പ്രശ്നം, അത് ഡൈവോഴ്സ് കൊടുത്തു കഴിയുമ്പോഴല്ല നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ടത്. അതിനു മുൻപേ ഒരു പ്രശ്നം തുടങ്ങുമ്പോഴേ, മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോഴേ, രോഗം ആരംഭിക്കുമ്പോഴേ, കുടുംബത്തിലൊരു ഭിന്നത തുടങ്ങുമ്പോഴേ, ഒരു സംശയം തോന്നുമ്പോഴേ, കാർമേഘം ഉണ്ടാകുമ്പോഴേ വിളിക്ക് യേശുവേ എന്ന്. വിളിക്ക് യേശുവേ എന്ന്. അവൻ ഇടപെടും, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ. മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോഴേ അവൻ വിളിച്ചു. താന്നു കഴിഞ്ഞപ്പോഴല്ല. ബുദ്ധിയുള്ളവരെന്നായി ചെയ്യും? അവര് പ്രശ്നങ്ങളുടെ നടുവിൽ താന്നു കഴിയുമ്പോഴല്ല, അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോഴല്ല, തകർച്ചയുടെ നെല്ലിപ്പലക കാണുമ്പോഴല്ല, പിന്നെയോ അത് ആരംഭിക്കുമ്പോഴേ വിളിക്കും യേശുവേ എന്നെ വിട്ടുവെക്കണമേ എന്ന്. പത്രോസ് ഈ വിളിക്കേണ്ട താമസം മാത്രം. യേശു പെട്ടെന്ന് മുമ്പിൽ നിൽക്കുമല്ലേ, നേരെ മുമ്പിൽ നിൽക്കുക. യേശു പെട്ടെന്ന് ആ കൈ നീട്ടി അവൻ്റെ കയ്യിലോട്ട് കയറി അങ്ങ് പിടിച്ചു. പത്രോസിന്റെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. ഉടനെ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക. യേശു പറയുക, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക. ആമേൻ. അവനെ പിടിച്ച് താന്ന് പോയില്ല, പോകാത്ത വിധത്തിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിന്റെ ഒരു വിളി കേൾക്കാൻ യേശു നോക്കി നിൽക്കുക. നിന്റെ സമീപേ അവൻ നിന്റെ അടുക്കലുണ്ട്. അവൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ, അവൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ നടന്നതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് ഈ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് ഈ മിനിസ്ട്രി ചെയ്യുന്നതെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ് ഈ പദ്ധതി തുടങ്ങി വെച്ചതെങ്കിൽ, അവൻ നിന്റെ കൂടെയുണ്ട്. നീ വിളിക്കേണ്ട താമസം നിന്റെ കയ്യെ കയറി പിടിക്കാൻ. ആരുടെ കയ്യേല യേശു കയറി പിടിക്കുന്നതെന്ന് അറിയാമോ? ആരുടെ കയ്യേല? അവരെ വിളിക്കുന്നവന്റെ കയ്യേൽ. യേശുവേ എന്ന് വിളിച്ചപ്പോൾ വിളിച്ചവന്റെ കയ്യേൽ യേശു കയറി പിടിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിന്നെ കയറി പിടിക്കണമെങ്കിൽ, യേശു നിന്റെ കൈ പിടിച്ച് ഉയർത്തണമെങ്കിൽ, യേശു നിന്നെ തൊടണമെങ്കിൽ, യേശു നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, നീ അവനെ വിളിക്കണം, യേശുവിനെ വിളിക്കണം, യേശുവേന്ന് വിളിക്കണം. അവിടെയും ഇവിടെ ഓടിയിട്ട് കാര്യമില്ല. വിളിക്കുന്നവന്റെ കയ്യിൽ കയറി പിടിക്കുന്ന യേശു, വിളിക്കുന്നവൻ താന്നു പോകാൻ അവൻ അനുവദിക്കുകയല്ല. അവൻ പിടിച്ചുയർത്തിക്കൊണ്ട് പറയാ, ധൈര്യമായിരിക്കുക. എന്നും എപ്പോഴും യേശുവിന് വ്യക്തികളോട്, പാപങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതുണ്ട്, ധൈര്യമായിരിക്കുക. മനസ്സ് തകർന്നവരോട് യേശുവിന് പറയാനുള്ളൊരു കാര്യമുണ്ട്, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി, പ്രിയ സഹോദര, മാതാവേ, പിതാവേ, ഞാൻ നിന്നോട് പറയട്ടെ, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ, കാർമേഘം പോലെ വരുന്ന ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, സാരമില്ല, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. നിന്റെ കരം പിടിച്ചുയർത്താൻ കഴിവുള്ള ഒരുവനുണ്ട്, ഒരു യേശുവുണ്ട്. അവൻ നിന്റെ മുൻപിലുണ്ട്. അവന്റെ കാലിന്റെ കീഴിലാണ് ഈ പ്രശ്നം. ആമേൻ, ഹല്ലേലൂയ. ഈ അഭിഷേകം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മക്കളും നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ, നിങ്ങളുടെ പ്രതിസന്ധികളെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ചില മാറാ രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലുണ്ട്. അവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ പ്രാർത്ഥിര്, മാനസികമായി തകർന്ന മക്കൾ പ്രാർത്ഥിര്, ദമ്പതികൾ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്നവര് പ്രാർത്ഥിര്, മദ്യപാനത്തിന്റെ ദുസ്വഭാവങ്ങൾ, ദുശീലത്തിന്റെ അഴിയത്തിൽ കഴിയുന്നവരാരെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിര്. പരീക്ഷ എഴുതാൻ പറ്റാത്ത, പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിര്.
നിങ്ങളുടെ വേദനകളെ, പ്രയാസങ്ങളെ, ഏത് പ്രശ്നത്തിലാ, ഏത് പ്രതിസന്ധികളിലാ നിങ്ങൾ താന്നു പോകുന്നത്? എന്ത് കണ്ടിട്ട്, ആരെ കണ്ടിട്ടാ നിങ്ങൾ ഭയപ്പെട്ട പുറകോട്ട് പോകുന്നത്? നിന്നെ വിടുവിക്കുന്നൊരു കർത്താവ് ഇവിടെയുണ്ട്. എല്ലാ മക്കളും ഇരുകരങ്ങളെ ഉയർത്തി ഒറ്റ വിളി, യേശുവേ. യേശുവേ, ആരാധന, 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 ആരാധന. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വിട്ടുവയ്ക്കുന്ന ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളെ യേശുവേ, നിങ്ങളുടെ ജീവിതത്തിൽ തകർന്ന ജീവിതങ്ങളെ തൊടണമേ, ഉയർത്തണമേ, കണ്ണുനീര് മാറ്റണമേ, മാർഗോട് ചേർക്കണമേ. വെള്ളത്തിൽ താന്നു പോകുന്നവരെ കരം പിടിച്ചു ഉയർത്തണമേ. ജീവിത പ്രശ്നങ്ങൾ തകർന്നു പോകുന്നവരെ നീ സ്പർശിക്കണമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം ഇവിടെ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് മാറട്ടെ, ജീവിത പ്രശ്നങ്ങൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ. ഓ നിന്റെ സമാധാനം നിറയട്ടെ. എല്ലാ ജനലക്ഷങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി, അഭിഷേകം പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ, പകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം വിടുതൽ ഇപ്പോൾ തന്നെ ദൂര രാജ്യങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ അത്ഭുതത്തിന് കൃപ വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും വസിക്കുന്നതിനായി സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, യേശുവേ ആരാധന. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാം യേശുവിനാൽ. ഗാഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം, ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.